ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ എടുത്ത വീഡിയോ ആണ്. ഇന്ന് എൻ്റെ സാധാരണ ഉള്ള ഒരു ദിവസം എങ്ങനെയായിരിക്കും അതായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് സാധാരണ പച്ചക്കായ ഉപ്പേരിയും പിന്നെ ഫിഷ് കറിയും പിന്നെ ഒരു ഫിഷ് ഫ്രൈയും, അതാണ് ഇന്ന് ഉച്ചക്കത്തെ ഫുഡ്. അങ്ങനെ വലിയ ആർഭാടമൊന്നുമില്ല. ഇത് സാധാരണയായിട്ടുള്ള കുറച്ച് വിഭവങ്ങൾ അത്രയേ ഉള്ളൂ. ഈ 3 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഞാൻ വിചാരിക്കും ഫുഡൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ വെറുതെ ഇരിക്കാമെന്ന്. എനിക്ക് വെറുതെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഞാൻ ലേറ്റ് ആവും. പിന്നെ 12 മണിയൊക്കെ ആവുന്ന ടൈമിൽ ഞാൻ ചട്ടപ്പടയെന്നായിരിക്കും എൻ്റെ കുക്കിങ്ങൊക്കെ, ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ. അപ്പോൾ പെട്ടെന്ന് തീർക്കാനുള്ള ശ്രമത്തിലായിരിക്കും. അപ്പോൾ ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ടാവും, എന്നാൽ അപ്പോഴൊന്നും ചെയ്ത് തീർക്കാണ്ട് പിന്നെയുള്ള ഒരു ഓട്ടമായിരിക്കും. 1 മണിയാകുമ്പോഴത്തേക്ക് ഏട്ടൻ ഫുഡ് കഴിക്കാൻ വരും. അപ്പോഴേക്കും എങ്ങനെയാണെങ്കിലും ഫുഡ് 1 മണിയാകുമ്പോഴത്തേക്കാവും, എന്നാലും ഒരു തിരക്ക് പിടിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ ക്ലീനിങ്ങും ചെയ്യും. അതെനിക്ക് നിർബന്ധം. പിന്നെ നേരത്തേക്ക് നീക്കി വെക്കുകയൊന്നുമില്ല. ഫുഡ് കഴിച്ചിട്ട് ക്ലീൻ ചെയ്യുക അങ്ങനെയൊന്നുമില്ല. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് വെക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മടിയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വെറുതെ ഇരിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ഇന്നത്തെ കുക്കിങ്ങൊക്കെ എളുപ്പത്തിൽ തന്നെ കഴിഞ്ഞു. ഞാനിപ്പോൾ ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പഴവും ഒരു പേക്ക് പാലൊക്കെ വാങ്ങാൻ. മോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പഴം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പഴം തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി വരുമ്പോൾ മറക്കുമോ എന്നറിയില്ല. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ വന്നിട്ടുണ്ട്. ഏട്ടൻ വന്നപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഈ പാക്കിൽ നിന്ന് എടുക്കുന്നത് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് തൈരാണെന്ന്. ഇപ്പോൾ ഇത് ഐസ്ക്രീമാണിത്. ഒരു സഞ്ചി നിറയെ ഐസ്ക്രീമായിട്ടാണ് വന്നത്. ഇത് ഇവിടെ അടുത്തുള്ള ഒരു റസാത്ത് ഫാം ഉണ്ട്. അപ്പോൾ റസാത്ത് ഫാം എന്നുള്ള ഐസ്ക്രീമാണ്. അത് സാധാരണ ഉള്ള ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് അല്ല. ഇതിന്നൊരു വ്യത്യസ്തമായ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഓവർ മധുരമോ അങ്ങനെയൊന്നുമില്ല. നല്ല ഫ്രഷ് മിൽക്കും ക്രീമും. അപ്പോൾ ഇവിടെ പലതരം ഐസ്ക്രീം ഉണ്ട്. ഓറഞ്ച് ഉണ്ട്, ബനാനയുണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, വാനില ഉണ്ട്, അങ്ങനെ വേറെ എന്തൊക്കെയോ ഫ്ലേവർ ഉണ്ട്. ഒരു പാല് വാങ്ങാൻ പറഞ്ഞിട്ട് ഇതാ 3-5 പാക്ക് പാലും വാങ്ങിയിട്ടുണ്ട്. ഒരു പെട്ടി നിറയെ പഴവും വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എപ്പോൾ തീർക്കുമെന്ന് എനിക്കറിയില്ല. ഇത് നല്ല ഫ്രഷ് മിൽക്കാണ്. ഇത് റസാത്ത് ഫാമിൽ തന്നെയുള്ള മിൽക്കാണിത്. സാധനങ്ങളൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഈ പെട്ടിപ്പഴം ഞാൻ എപ്പോൾ തീർക്കുമെന്ന് അറിയില്ല. അപ്പം നല്ല പഴമാണ്. എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട് ഈ പഴത്തിന്. നല്ല അടിപൊളി പഴമാണ്. ഇത് ജ്യൂസ് അടിക്കാൻ അടിപൊളിയാണ് ഈ പഴം. എനിക്കിഷ്ടമാണ് അവിടെ നിന്ന് വാങ്ങുന്ന ഈ പഴം. ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പച്ചക്ക് കഴിക്കുന്നതിനേക്കാളും നല്ല, ഇങ്ങനെ അപ്പാടെ കഴിക്കുന്നതിനേക്കാളും നല്ലത് ജ്യൂസ് അടിച്ച് കഴിക്കാനാണ്. പിന്നെ ഒരു ട്രേ മുട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇനി മോളെ കണ്ണ് വെട്ടിച്ച് ഈ ഐസ്ക്രീമൊക്കെ ഇവിടെ കൊണ്ട് വെക്കുന്നതാണ് എൻ്റെ ടെൻഷൻ. ഇനി എനിക്ക് സ്വൈര്യം തരില്ല. ഇനി ഇതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെ അതിൽ നിന്നൊരു ഐസ്ക്രീം ഞാനും കുടിക്കുകയാണ്. വാനില ഐസ്ക്രീം അടിപൊളി ടേസ്റ്റാണ്. സാധാരണ ഉള്ളൊരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റേ അല്ല ഇതിന്. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ഫ്ലേവറാണ്. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അങ്ങനെ ഐസ്ക്രീം കണ്ടിട്ട് എനിക്കേ കൊതിയായി. പിന്നെ മോളുടെ കാര്യം പിന്നെ പറയേ വേണ്ട. അങ്ങനെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്നലെ നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടി. അത് ഇതുപോലെ ഇതൊരു ബോട്ടിൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2 ദിവസമായി, ഒരു കുഴപ്പവും വന്നിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഒരു ഈവനിങ് 5:30 ആയിട്ടുണ്ട്. ഒരു കുളിയൊക്കെ കഴിഞ്ഞു. മോൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് വൈകിട്ട് ഉറങ്ങാതെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഫുഡ് കഴിഞ്ഞ് അപ്പോൾ തന്നെ കിടന്നുറങ്ങും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉറക്കം വരാറില്ല. അപ്പോൾ ഇനിയിപ്പം താഴെ പോകണം. അടുക്കളയിലെ വേസ്റ്റൊക്കെ കൊണ്ടുപോയിടണം, പുറത്തെ വേസ്റ്റിലിടണം. അങ്ങനെ ഞാൻ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ഒരു പഴയൊരു വണ്ടി, ഒരു കാറ് 2 ഉണ്ടായിരുന്നു. എന്തോ ഒരു പ്രത്യേകതയുള്ളൊരു വണ്ടി. എനിക്ക് വണ്ടിയുടെ പേരൊന്നും അറിയില്ല. ഒരു പഴയ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പഴയ വണ്ടി.
അങ്ങനെ അതിൻ്റെ അടുത്ത് നിന്നിട്ട് കുറേ ആൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഈ വണ്ടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല കളറും അതിൻ്റെ അപ്പുറത്തൊരു ബ്ലൂ ഉണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി റൂമിന് താഴെ പോകണം, വേസ്റ്റൊക്കെ കൊണ്ടുപോയിടണം. ഇനി ഈ ടൈമിലാണ് എല്ലാവരും പുറത്ത് വരിക. പുറത്തിറങ്ങി വെറുതെ വർത്താനം പറയാനും ഷട്ടിൽ കളിക്കാനും നടക്കാനൊക്കെ പോവുക ഈ ഒരു ടൈമിലാണ്. അപ്പോൾ ഈ ടൈമിലാണ് കുട്ടികളൊക്കെ കളിക്കുക. നല്ല വെയിലൊന്നും ഇല്ലാത്ത, നല്ല കാറ്റുണ്ടാവും, നല്ല വെയിലൊന്നും ഉണ്ടാവില്ല, നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റ് ആയിരിക്കും. ഇപ്പോൾ സമയം 5:30 ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ വണ്ടി കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമാണ്. ഒരുപാട് പേര് ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്ന കണ്ടു. നല്ല വണ്ടി. മേലേന്ന് റൂമിൽ നിന്ന് നോക്കുമ്പോൾ 2 വണ്ടി ഉണ്ടായിരുന്നു. താഴെ എത്തി നോക്കുമ്പോൾ ഒരു വണ്ടി കൊണ്ടുപോയി. അപ്പോൾ ഇതാണ് വണ്ടി. അടുത്തുനിന്ന് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി കുറച്ച് സമയം ഇവിടെ ആയിരിക്കും. ഒരു 7:30 വരെയൊക്കെ ഇവിടെ ഇരുന്ന് സംസാരിക്കും. എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ പിന്നെ റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് ഈ ഒരു ടൈമിലാണ് എല്ലാവരും മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇതൊരിപ്പോൾ ഫ്ലാറ്റിൻ്റെ താഴെയുള്ള ഫ്രണ്ട് സീറ്റിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. അതൊരു പാകിസ്ഥാനിയാണ്. അവർ ഹിന്ദിയിൽ പറയും, ഞങ്ങൾക്കറിയാവുന്ന മലയാളം അവർ അങ്ങോട്ട് പറയും, അവർക്ക് അറിയുന്ന ഹിന്ദി പറയും. അങ്ങനെ സംസാരിക്കും. എന്തായാലും ഞങ്ങൾ രണ്ടാളും സംസാരിക്കുന്നത് മനസ്സിലാവും. അങ്ങനെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ റൂമിൽ പോകണം. 7 മണിയായെന്നൊന്നും കണ്ടാൽ പറയില്ല. അപ്പോൾ ഇനി റൂമിൽ പോയിട്ട് വേണം ഇനി നൈറ്റത്തെ ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇതാണ് എൻ്റെ സാധാരണ ഉള്ളൊരു ദിവസം. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ടാറ്റാ.